നമസ്കാരം. വിജയുടെ ഭാര്യയുടെ വിവാഹമോചന ഹർജിയും പിന്നാലെ വിജയ് തൃശയ്ക്കൊപ്പം ഒരു വിവാഹ പാർട്ടിയിൽ പങ്കെടുത്തതും ഇപ്പോഴും അവസാനിക്കാത്ത ചർച്ചയായി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. സോഷ്യൽ മീഡിയയിൽ ഇത് വലിയ രീതിയിലുള്ള ചർച്ചയ്ക്കാണ് വഴിവെച്ചത്. മാത്രമല്ല, വിജയ് ആരാധകർക്ക് ഇതൊരു തിരിച്ചടി തന്നെയായിരുന്നു. ഈ ചർച്ചകളെല്ലാം സോഷ്യൽ മീഡിയയിൽ കൊഴുക്കുന്നതിനിടെ, അല്ലെങ്കിൽ തെന്നിന്ത്യൻ സിനിമാ ലോകത്ത് ഈ ചർച്ച വലിയ രീതിയിൽ വിവാദമായിരിക്കെ ഒരു അവാർഡ് ഷോയിൽ നടനും സംവിധായകനുമായ പാർത്ഥിപൻ തൃഷയെക്കുറിച്ച് പറഞ്ഞ ഒരു പരാമർശവും അതിന് തൃഷ നൽകിയ പ്രതികരണവുമെല്ലാം വൈറലായി മാറുകയാണ്. നേരത്തെ തന്റെ സ്വകാര്യ ജീവിതത്തെ ചൊല്ലി ആരാധകർ ഒരുപാട് വേദനിക്കേണ്ടതില്ല, അതിനുള്ള വിലയൊന്നും അതിനില്ല, അതൊക്കെ ഞാൻ നോക്കിക്കോളാം എന്ന് TVK നേതാവും നടനുമായ വിജയ് വനിതാ ദിനത്തിൽ നടത്തിയ പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ ആളുകൾക്ക് അതൊന്നും വിടാനുള്ള ഉദ്ദേശമില്ല. വിജയ് സംഗീത വിവാഹമോചനവും തൃശയ്ക്കൊപ്പമുള്ള വിജയുടെ കല്യാണം കൂടലും തന്നെയാണ് ഇപ്പോഴും ചർച്ചാ വിഷയം മാറുന്നത്. അതിനിടെയായിരുന്നു ഒരു അവാർഡ് ഷോയിൽ നടനും സംവിധായകനുമായ പാർത്ഥിപൻ നടത്തിയ പരാമർശവും വൈറലായി മാറുന്നത്. തൃഷ കൃഷ്ണന്റെ ഫോട്ടോ കാണിച്ച് നിങ്ങളുടെ കുന്തവയെ കുറിച്ച് എന്താണ് അഭിപ്രായം എന്ന് ചോദിച്ചപ്പോൾ, കുന്തവൈ അല്പം കുന്തവിക്കാതിരുന്നാൽ നല്ലത്, കുന്തവൈ വീട്ടിൽ നിന്ന് ഇറങ്ങാതിരുന്നാൽ തന്നെ പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കും എന്നാണ് പാർത്ഥിപൻ പറഞ്ഞത്. അടിപൊളി സാർ, കറക്റ്റ് മറുപടി നൽകിയെന്നൊക്കെ ജനം അപ്പോൾ തന്നെ പ്രതികരിച്ചു. അവാർഡ് ഷോ കാണാനെത്തിയ ആളുകൾ പകർത്തിയ വീഡിയോ ആണ് കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ വൈറലായത്. പാർത്ഥിപനെ പിന്തുണച്ചും തൃഷയെ വിമർശിച്ചും ഒരുപാട് കമന്റുകൾ വന്നു. അതുവരെ അത്രയേറെ മോശമായ കമന്റുകളും പ്രസ്താവനകളും വന്നിട്ടും പ്രതികരിക്കാതിരുന്ന തൃഷ പാർത്ഥിപന്റെ വീഡിയോ വൈറലായതിന് പിന്നാലെ സോഷ്യൽ മീഡിയ പോസ്റ്റുമായി എത്തി. പരിപാടിയുടെ പേരോ ആളുകളുടെ പേരോ ഒന്നും പറയാതെയാണ് വിഷയത്തെ സംബന്ധിച്ച് തൃഷ പ്രതികരിച്ചത്. പരിപാടിയുടെ അവസാന നിമിഷത്തിൽ എന്റെ പേരും ചിത്രവും ഉപയോഗിക്കുന്നു എന്ന് എന്നെ അറിയിച്ചത് സംഘാടകരുടെ അസിസ്റ്റന്റിൽ ഒരാളാണ്. ഒരു മൈക്രോഫോൺ ഒരിക്കലും ഒരു കമന്റിനെ ബുദ്ധിപരമായതോ തമാശയുള്ളതോ ആക്കി തീർക്കില്ല. അത് വിഡ്ഢിത്തം കൂടുതൽ ഉച്ചത്തിൽ പറയാൻ ഉപകരിക്കും. ഒരു കാര്യത്തെക്കുറിച്ച് അറിവില്ലാതെ അസഭ്യവാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് പറയുന്നത് മോശമാക്കുന്നത് ആ വ്യക്തിയല്ല, ആ പറയുന്ന ആളുടെ സ്വഭാവത്തെയാണ് കാണിച്ചു തരുന്നത് എന്നാണ് തൃഷ പറഞ്ഞത്. തൃഷയുടെ മറുപടി കൂടെ വന്നതോടെ പ്രശ്നം കൂടുതൽ വഷളായി തുടങ്ങി. ഒടുവിൽ പാർത്ഥിപന്റെ വിശദീകരണവും സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറി. ഒരു ഓഡിയോ റെക്കോർഡാണ് പുറത്തു വന്നത്. ചില നേരങ്ങളിൽ ചില തെറ്റുകൾ സാഹചര്യം അറിയാതെ അരങ്ങേറുന്നു. റാപ്പിഡ് ഫയർ പോലെ ചോദിച്ച 20 ചോദ്യങ്ങൾക്കും ഒരു നിമിഷം പോലും ആലോചിക്കാതെ മറുപടി നൽകിക്കൊണ്ടാകുമ്പോഴാണ് തൃഷയുടെ ഫോട്ടോ സ്ക്രീനിൽ വന്നത്. എന്ത് പറയണമെന്ന് ആലോചിക്കുന്നതിനിടയിലാണ് കുന്തവൈ കുന്തവൈ എന്ന് വിളിച്ചു പോകുന്നത് കേട്ടത്. ഉടനെ പ്രാസത്തിൽ പറയുന്ന തരത്തിൽ പ്രശ്നങ്ങൾ വരാതിരിക്കാൻ കുന്തവയെ വീട്ടിൽ തന്നെ കുന്തവിക്ക വേണ്ടും എന്ന് പറഞ്ഞതും സദസ് ഒന്നാകെ കൈത്തട്ടി. വേദിയിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ രംഗരാജ് പാണ്ഡ്യ അത് വേണ്ടിയിരുന്നില്ല എന്ന് പറഞ്ഞു. ഉടനെ തന്നെ ഖലാട്ട തമിഴിന്റെ അരുണയോട് ആ ഭാഗം കട്ട് ചെയ്യാൻ ആവശ്യപ്പെടുകയും ചെയ്തു. എന്നാൽ ആരോ എടുത്ത് വീഡിയോ പുറത്തു വരികയും ചിലർ അത് വേദനയുണ്ടാക്കിയെന്നും അറിയുന്നതിൽ എനിക്കും ഖേദമുണ്ട്. പ്രശ്നങ്ങൾ ഇത്ര വലുതാകുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. കോളേജുകളിൽ പോകുമ്പോൾ പോലും പെൺ സ്വാതന്ത്ര്യത്തെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കാറുള്ളത്. ആൺപെൺ ബന്ധത്തിൽ അനാവശ്യമായ കെട്ടുപാടുകൾക്ക് നടുവിൽ നിന്ന് വിവാഹമോചനം നേടി സ്വാതന്ത്ര്യത്തോടെ സന്തോഷത്തോടെ ജീവിക്കണമെന്ന് ചിന്തിക്കുന്ന ആളാണ് ഞാൻ എന്നാണ് പാർത്ഥിപൻ പറഞ്ഞത്. തൃഷയുടെ ഫോട്ടോ കാണിച്ച് അഭിപ്രായം പറയാൻ പറഞ്ഞപ്പോൾ ചുറ്റിൽ നിന്നും കുന്തവി എന്ന് വിളിച്ച് പറയാൻ തുടങ്ങി. അപ്പോൾ പാർത്ഥിപൻ കുന്തവൈ വീട്ടിൽ തന്നെ കുന്തവിച്ചിരുന്നെങ്കിൽ നന്നായിരുന്നു, പ്രശ്നങ്ങൾ വരാതിരിക്കാം എന്ന് പറഞ്ഞു. ഇതിന് മറുപടിയായാണ് തൃഷ ഇൻസ്റ്റയിലെത്തിയത്. മൈക്കിലൂടെ വിളിച്ചു പറയുന്നത് ബുദ്ധിശാലിത്തരമോ തമാശയോ ആയി മാറുന്നില്ല, തമാശിക്കുന്നവരുടെ വിഡ്ഢിത്തം മാത്രമാണ് കാണിക്കുന്നത് എന്നായി തൃഷ പറയുന്നത്. ഇതിനിടയിൽ പാർത്ഥിപൻ വിഷയത്തിൽ ഖേദം പ്രകടിപ്പിച്ചിരുന്നു. വിഷയം ചർച്ചയായി നിൽക്കവേ പുതിയൊരു വീഡിയോ പങ്കുവച്ചു നടൻ വീണ്ടും എത്തി. തൃഷയോട് ഖേദം പ്രകടിപ്പിക്കേണ്ടിയിരുന്നില്ലായിരുന്നു എന്ന് പാർത്ഥിപൻ ഇതോടെ പറയാൻ തുടങ്ങി. പിന്നീട് പങ്കുവച്ച വീഡിയോയിൽ പാർത്ഥിപൻ പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ്: മൈക്കിൽ സംസാരിച്ചാൽ ബുദ്ധിശാലിയാവില്ല എന്ന പഴി നിന്റെ മേലുണ്ട്. അതുകൊണ്ട് ഞാൻ ഒരു പക്ഷേ വിഡ്ഢിത്തം പറഞ്ഞാൽ പോലും അത് ബുദ്ധിശാലിയെ പോലെ ട്രാൻസ്ലേറ്റ് ചെയ്ത് തരേണ്ടത് നിന്റെ കടമയാണ് എന്ന് മൈക്കിനോട് പറഞ്ഞുകൊണ്ടാണ് പാർത്ഥിപൻ സംസാരിച്ചു തുടങ്ങിയത്. അബദ്ധം എന്നത് അബദ്ധത്തിൽ ചെയ്യുന്നതാണ്, തെറ്റ് എന്നത് അറിഞ്ഞുകൊണ്ടും ചെയ്യുന്നതും. അബദ്ധം ചെയ്തയാൾ തിരുത്താൻ ശ്രമിക്കണം, തെറ്റ് ചെയ്തവൻ പശ്ചാത്താപിക്കണം. ഞാൻ ഖേദം പ്രകടിപ്പിക്കുന്നു എന്ന് പറയുന്നത് ഒന്ന്, മാപ്പ് അപേക്ഷിക്കുന്നു എന്നത് മറ്റൊന്ന്. ഒരു പരിപാടിയിൽ അബദ്ധം പറ്റിയെന്ന് ഞാൻ തിരിച്ചറിയുന്നു. സത്യത്തിൽ അത് അബദ്ധം സംഭവിച്ചത് തന്നെയാണ്. വേദിയിൽ ഞാൻ അജിത്തിനെ കുറിച്ചോ വിജയിയെ കുറിച്ചോ സംസാരിച്ചിരിക്കുമ്പോഴാണ് മറ്റൊരു ഫോട്ടോ വന്നത്. ആ ഫോട്ടോ കണ്ട ഉടനെ എന്ത് സംസാരിക്കണമെന്ന് എനിക്കറിയില്ലായിരുന്നു. കുറ്റപ്പെടുത്തി അവരെ കുറിച്ച് സംസാരിക്കണമെന്ന് ഞാൻ ആശിച്ചു എന്ന് പറയുന്നത് 100% കള്ളമാണ്. അങ്ങനെ ഞാൻ ആരുടെയും അടിമയല്ല. കാശ് വാങ്ങി ആരെക്കുറിച്ചും ഞാൻ സംസാരിക്കാറുമില്ല.
പാടില്ല. മരണം വരെ കാശിന് വേണ്ടി ഞാനൊരു തെറ്റ് ഇപ്പോഴെന്നല്ല ഒരിക്കലും ചെയ്യില്ല. ഒരു വനിതാ ദിനത്തിൽ ഒരു വനിതയുടെ ഫോട്ടോ ഇടൂ, ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ അത് ഡയാന ചാൾസിനെ കുറിച്ചോ മദർ തെരേസയെ കുറിച്ചോ സംസാരിക്കാൻ ഞാൻ ആഗ്രഹിച്ചേക്കാം. അതല്ലാതെ ഇങ്ങനൊരു കാര്യം ഞാൻ സംസാരിക്കാൻ ആഗ്രഹിച്ചു എന്ന് പറയുന്നത് ശരിയല്ല. അങ്ങനെ ആ ഫോട്ടോ കണ്ടപ്പോൾ അടുത്ത് നിന്ന് കുന്തവി കുന്തവി എന്ന് കേട്ടപ്പോൾ എൻ്റെ മനസ്സിൽ വന്നത് ആ പരിപാടിക്ക് ഞാൻ വന്നിരുന്നപ്പോൾ ഇനിയും അരമണിക്കൂറുണ്ട് എന്ന് അറിയിച്ചിരുന്നു. ആ സമയത്ത് ഞാൻ ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ വിഷയത്തെക്കുറിച്ചുള്ള ചർച്ച നടക്കുന്നത് കണ്ടത്. വിജയ് എത്ര ഉയരത്തിലേക്ക് പോയി, അടുത്തത് വിജയാണ് എന്ന തരത്തിലുള്ള ചർച്ചകൾ നടക്കുമ്പോൾ ഈ പെൺമണി എന്ത് ചെയ്യണം? 40 വയസ്സിൽ കൂടുതലുള്ള ഈ പെൺമണിക്ക് ഞാൻ വരുന്നില്ല, നീ പോയിട്ട് വാ എന്ന് വിജയിയോട് പറയാമായിരുന്നല്ലോ. ഇമേജ് മോശമാകുമെന്ന് പറഞ്ഞ് ആ പെൺമണി വീട്ടിലിരുന്ന് വിജയെ യാത്രയാക്കിയിരുന്നുവെങ്കിൽ നന്നായിരുന്നു. സത്യത്തിൽ വിജയ് ഒരുപാട് പ്രശ്നങ്ങൾക്ക് നടുവിലൂടെയാണ് പോകുന്നത്. രാഷ്ട്രീയം എന്നത് ചെറിയ കാര്യമല്ല. അവിടെ ഒരുപാട് കാര്യങ്ങളോട് പോരാടേണ്ടതായി വരും. അതിനെല്ലാം അതിജീവിച്ചാണ് മുന്നോട്ട് വരുന്നത്. കരൂർ വിഷയത്തിൽ വിജയ്ക്ക് വിമർശനങ്ങൾ കേട്ടു എന്നതിനപ്പുറത്തേക്ക് ഇത്രയും അധികം ബാധിച്ചിരുന്നില്ല. അതിനുശേഷം ഇത്രയും വലിയ പ്രശ്നം നേരിട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ആ പെൺമണിക്ക് മാച്ചിങ് ഡ്രസ് ധരിച്ച് ആ പരിപാടിയിൽ പങ്കെടുക്കാതെ മാറി നിൽക്കാമായിരുന്നു. അത് എൻ്റെ ചിന്തയിലുണ്ട്. പക്ഷേ ഞാൻ അതൊന്നും പറയാനല്ല ആ വേദിയിൽ പോയത്. അവിടെ നടന്നതൊന്നും പ്രീ പ്ലാൻഡ് അല്ല, യാദൃശ്ചികമായിട്ടാണ് കുന്തവി വീട്ടിൽ തന്നെ കുന്തവിച്ചിരുന്നെങ്കിൽ പ്രശ്നമില്ലാതിരിക്കുമായിരുന്നു എന്ന് പറഞ്ഞത്. പിന്നീട് അത് അബദ്ധമാണ് എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ആ ഭാഗം ഡിലീറ്റ് ചെയ്യാനും ആവശ്യപ്പെട്ടു. അതേസമയം തന്നെ സംബന്ധിച്ച് അനാവശ്യമായ വിവാദങ്ങളൊന്നും ഉണ്ടാവരുതെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. അത് കാരണമാണ് കുന്തവി പരാമർശം ഒഴിവാക്കാൻ ആവശ്യപ്പെട്ടത്. എന്നാൽ പിറ്റേന്ന് രാവിലെ മറ്റാരോ എടുത്ത വീഡിയോയിലൂടെ അത് പുറത്തു വരികയാണ് ചെയ്തത്. കുന്തവി വീട്ടിൽ തന്നെ കുന്തവിച്ചിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് ഞാൻ പറഞ്ഞത് മറ്റൊരു തരത്തിൽ പ്രശ്നമായി മാറുകയും ചെയ്തു. അത് ഏത് തരത്തിലുള്ള പ്രശ്നം ഉണ്ടാക്കിയെന്നാൽ ഞാൻ പറഞ്ഞത് ഒരേ ഒരു പെൺമണിയെക്കുറിച്ചാണ്. എനിക്ക് സംബന്ധമേ ഇല്ലാത്ത മൂന്നാമത്തെ ആളെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഈ പ്രശ്നത്തിൽ മൊത്തം 3 പേരാണ് എന്നത് എടുത്താൽ ആദ്യത്തെ ആൾ എൻ്റെ സുഹൃത്ത് വിജയാണ്. അദ്ദേഹത്തിന്റെ ഉയർച്ചയിലും നേട്ടത്തിലും ഞാൻ അഭിമാനിക്കുന്നു. രണ്ടാമത്തെ ആൾ അദ്ദേഹത്തിന്റെ ഭാര്യ സംഗീത. ഇപ്പോഴും കോടതി തീരുമാനിക്കാത്തതിനാൽ ഭാര്യ എന്ന ആ ഉയർന്ന പദവിയിൽ അവർ തന്നെയാണുള്ളത്. ആ സാഹചര്യത്തിൽ ഈ മൂന്നാമത്തെ ആളെ കുറിച്ച് പറയേണ്ട ആവശ്യം എനിക്കില്ല. എന്നിരുന്നാലും ഇതെല്ലാം സ്ത്രീകൾക്കെതിരായ ഒരു വിഷയമാണ്. കുന്തവയെ വീട്ടിലിരുന്നാൽ പ്രശ്നമാവില്ല എന്ന് പറഞ്ഞത് എല്ലാ സ്ത്രീകളും വീട്ടിൽ തന്നെ ഇരിക്കണം എന്ന് ഞാൻ പറഞ്ഞതുപോലുള്ള ഒരു ധ്വനിയുണ്ടാക്കി. അത് വേണ്ടിയിരുന്നില്ല എന്ന് തോന്നിയത് കൊണ്ടാണ് ആ വിഷയത്തിൽ ഞാൻ പിന്നീട് ഖേദം പ്രകടിപ്പിച്ച് രംഗത്തെത്തിയത്. വളരെ ആത്മാർത്ഥമായിട്ടാണ് ഞാൻ ഖേദം പ്രകടിപ്പിച്ചത്. പക്ഷെ അത് കഴിഞ്ഞാണ് തൃശ്ശയുടെ ട്വീറ്റ് വന്നത്. അങ്ങനെ ഒരു ട്വീറ്റ് വരുമെന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ തീർച്ചയായും ഞാൻ ഖേദം പ്രകടിപ്പിക്കില്ലായിരുന്നു. അത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലുണ്ടായ ഒരു പ്രശ്നം, അത് കാരണമാണ് ഞാൻ ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നതിലേക്ക് എത്തിയത്. മൂന്നാം തരക്കാരുടെ മൂന്നാം തരമായ ട്വീറ്റ് എനിക്കുണ്ടാക്കിയ പ്രശ്നത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഞാൻ പറഞ്ഞതിന് അവർ എതിർപ്പ് പറയരുത്, അഭിപ്രായം പറയരുത് എന്ന് ഞാൻ പറയുന്നില്ല. എന്നാൽ സമീപകാലത്ത് അവരെക്കുറിച്ച് വന്ന അശ്ലീലമായ അപമാനകരമായ ഒരുപാട് വിഷയങ്ങൾ ഇവിടെയുണ്ട്. ഒരു പാർട്ടി തലവൻ പോലും അവരെക്കുറിച്ച് പറഞ്ഞ മോശമായ കാര്യത്തിന് അവർ മറുപടി കൊടുത്തിരുന്നുവെങ്കിൽ എനിക്ക് തന്ന മറുപടിയും ഞാൻ അംഗീകരിക്കുമായിരുന്നു. ഒന്നിനോടും പ്രതികരിക്കാതെ എന്നോട് മാത്രം പ്രതികരിച്ച അവരോട് ഞാൻ ഖേദം പ്രകടിപ്പിച്ചത് തന്നെ തെറ്റാണെന്ന് പലരും പറഞ്ഞു. വി സ്റ്റാൻഡ് വിത്ത് പാർത്ഥിപൻ എന്ന ഹാഷ്ടാഗ് നൽകി എനിക്ക് പിന്തുണ അറിയിക്കുന്നവർക്ക് നന്ദി. എന്തെന്നാൽ നിങ്ങൾ എനിക്കൊപ്പം എന്നതല്ല, സത്യത്തിനൊപ്പമാണ് എന്നത് തന്നെ. രണ്ടാമത്തെ ഒരു വീഡിയോയിൽ ഇതിന്റെ സത്യാവസ്ഥ പറയുമെന്ന് പറഞ്ഞാണ് പാർത്ഥിപൻ ട്വീറ്റ് അവസാനിപ്പിച്ചത്. എന്തായാലും പാർത്ഥിപൻ ഈ ഒരു വിഷയത്തിൽ വലിയ രീതിയിലുള്ള ചർച്ചാ തന്നെയാണ് അല്ലെങ്കിൽ ഒരു വിവാദത്തിന് തന്നെയാണ് തിരികൊളുത്തിയിരിക്കുന്നത്. തൃശ്ശയുടെ പെട്ടെന്നുണ്ടായിരുന്ന ട്വീറ്റ് തന്നെയാണ് ഈ ഒരു പാർത്ഥിപന്റെ ഖേദം പ്രകടിപ്പിച്ചെത്തിയ പാർത്ഥിപൻ പിന്നീട് അത് വലിയ രീതിയിലുള്ള പ്രശ്നമാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ആരാധകർ ഇപ്പോൾ വിജയുടെ ആരാധകർ പോലും ഇപ്പോൾ പാർത്ഥിപനൊപ്പമാണ് നിലനിൽക്കുന്നത്. കാരണം സംഗീതയുടെ വിവാഹമോചന ഹർജി നൽകിയതിന് പിന്നാലെ വിജയ്ക്കും തൃശ്ശയ്ക്കുമെതിരെ വലിയ രീതിയിലുള്ള വിവാദമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് ഒരാളെങ്കിലും ഇതിൽ പ്രതികരിച്ചല്ലോ എന്ന് തന്നെയാണ് ആരാധകർ ചോദിക്കുന്നതും ആരാധകർ പറയുന്നതും.